നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. നഗ്നരാക്കി കൈകാലുകൾ കെട്ടിയിട്ട് അതിക്രൂരമായ പീഡനത്തിനിരയാകേണ്ടി വന്ന ഒരു ചില ചെറുപ്പക്കാരുടെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യവും ഈ നിമിഷം തന്നെ പുറത്തു വരികയാണ്. ലിംഗത്തിൽ ഡമ്പല് കെട്ടിത്തൂക്കി, ദേഹത്ത് കോമ്പസ് കൊണ്ട് വരച്ച് പോറി, ബോഡി ലോഷനുകൾ ദേഹത്ത് വിതറി, അതിൻ്റെ വേദനയിൽ പുളയുന്ന കുട്ടികളെ കണ്ട് ചിരിച്ചാസ്വദിക്കുന്ന കൊടും ക്രിമിനലുകളായ, മൃഗീയമെന്ന് പറയുന്നതിലും അപ്പുറം മൃഗങ്ങൾ പോലും കാട്ടാത്ത ക്രൂരതകൾ കാട്ടുന്ന ചില കൊടിയ ക്രിമിനലുകളുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഏത് രീതിയിലുള്ള പീഡനമാണ് അവിടെ നടന്നത് എന്നുള്ള വിവരം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പരാതിക്കാരനെ കോളേജ് ഹോസ്റ്റലിൽ കെട്ടിയിട്ട് മൃഗീയമായി ഉപദ്രവിക്കുന്നതാണ് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നതിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് അത് പുറത്തു വിടാതിരിക്കുകയാണ്. കോമ്പസ് ഉപയോഗിച്ച് ശരീരം മുഴുവൻ കുത്തിപ്പോറി വേദനിപ്പിക്കുന്നുണ്ട്, സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നതാണ്. എണ്ണി ഓരോ ഭാഗത്തും കോമ്പസ് ഉപയോഗിച്ച് കുത്തി മുന്നോട്ട് പോകുന്നതും അതിൽ വേദന കൊണ്ട് പുളയുന്ന കുട്ടിയുടെ ആ നിസ്സഹായ അവസ്ഥ കണ്ട് ആർത്തുല്ലസിക്കുന്നതുമൊക്കെ ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നതാണ്. വേദനിച്ച് നിലവിളിക്കുന്നു, മുറിവുള്ള ഭാഗത്ത് ബോഡി ലോഷൻ തേച്ച് നീറ്റൽ കാരണം അലറി വിളിക്കുന്നതും ഈ ദൃശ്യത്തിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ, പ്രത്യേകിച്ച് കോട്ടയത്തെ ഒരു സർക്കാർ ഹോസ്റ്റലിൽ നഴ്സിംഗ് കോളേജിൽ നടന്ന സംഭവമാണോ എന്നുള്ള സംശയം പലർക്കും ഇത് കാണുമ്പോഴുണ്ടാകും. അത്രയ്ക്കും ക്രൂരമായ, പൈശാചികമായ ദൃശ്യങ്ങളാണ്, മലയാളികളെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കുട്ടികളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞയക്കാൻ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇങ്ങനെ പുറത്തു വരുന്നത്. പലതും വിവരിക്കാൻ പോലും കഴിയാത്തത്ര ഭീകരത. കഴിഞ്ഞ നവംബറിലാണ് റാഗിംഗ് തുടങ്ങിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കുട്ടികളെ നഗ്നരാക്കും, ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിമ്മിലും മറ്റും ഉപയോഗിക്കുന്ന ഡമ്പൽ ഉപയോഗിച്ച് കെട്ടിത്തൂക്കും. സൂചിയോ നേർത്ത വസ്തുക്കളോ കോമ്പസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ കുത്തി മുറിവേൽപ്പിക്കും. മുഖത്തും ദേഹത്തും പുരട്ടുന്ന ബോഡി ലോഷൻ അടക്കം വായിലൊഴിച്ച് അവരെ ക്രൂര പീഡനത്തിന് ഇരയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം ഗാന്ധിനഗർ പോലീസിന് ഈ ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ ഈ ക്രൂരത ചെയ്യുന്ന സീനിയേഴ്സ് തന്നെയാണ് ദൃശ്യം ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിച്ച് ഭയപ്പെടുത്തുന്നത്. പ്രതികൾ ഹോസ്റ്റലിൽ ഗുണ്ടാ നേതാക്കളെ പോലെയാണ് വിലസുന്നത്. ഈ റാഗിങ്ങും ഭയവും കാരണം ജൂനിയർ വിദ്യാർത്ഥികൾ വീട്ടിൽ പോലും പറയാൻ ഭയന്നിരുന്നു ഇത്രയും കാലം. ഏറ്റവും ഒടുവിൽ കോളേജിൽ പരാതിപ്പെട്ട് വീട്ടുകാരെ അറിയിച്ച് ശക്തമായൊരു നടപടി സ്വീകരിക്കാൻ കുട്ടികൾ തന്നെ തീരുമാനിക്കുകയായിരുന്നു. മദ്യപിക്കാൻ വേണ്ടി ജൂനിയർ വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെടും. പണം തരാൻ തയ്യാറായില്ലെങ്കിൽ ക്രൂരമായ മർദ്ദനം. സീനിയേഴ്സിനെ കണ്ടാൽ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണം. സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ ചീത്ത വിളിക്കും, കട്ടിലിൽ കെട്ടിയിട്ട് ഇടിക്കും. ഇതൊക്കെയായിരുന്നു പതിവായി വിദ്യാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ബോയ്സ് ഹോസ്റ്റലിലാണ് 1ാം വർഷക്കാരായ 6 പേർ ഇങ്ങനെ അതിക്രൂരമായ പീഡനത്തിനിരയായത്. സംഭവത്തിൽ ഇപ്പോൾ സീനിയേഴ്സായ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതി റിമാൻഡ് ചെയ്തു. കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് പലരെയും മർദ്ദിക്കുന്നത്. മദ്യം വാങ്ങാൻ എല്ലാ ദിവസവും 800 രൂപ വെച്ച് കൊടുക്കണം, അതല്ലെങ്കിൽ ഇടിച്ചവരെ ശരിയാക്കും. രാത്രി മദ്യപിച്ചു വന്നാൽ പുതിയ രീതിയിലുള്ള മർദ്ദന രീതികൾ പരീക്ഷിക്കും. ക്ലാസ് തുടങ്ങിയ നവംബർ 4 മുതൽ സ്ഥിരമായി ഇടി കിട്ടാറുണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. 1ാം വർഷ ബാച്ചിലാകട്ടെ 6 ആൺകുട്ടികൾ മാത്രമാണുള്ളത്. തിരുവനന്തപുരം സ്വദേശികളായ 5 പേരും ഇടുക്കിയിൽ നിന്നുള്ള ഒരാളുമാണ് ഇതിൽ ഇരയായിട്ടുള്ളത്. അതിക്രൂരമായ റാഗിംഗ് നടന്ന സംഭവത്തിൽ CPM അനുകൂല സംഘടനയായിട്ടുള്ള കേരള ഗവൺമെൻറ് സ്റ്റുഡൻസ് നേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മലപ്പുറം വണ്ടൂർ KP രാഹുൽ രാജ് എന്ന 22-കാരൻ, മൂന്നിലവ് സാമുവൽ ജോൺസൺ എന്ന 20-കാരൻ, വയനാട് സ്വദേശി NS ജീവ എന്ന 19-കാരൻ, മലപ്പുറം സ്വദേശി കച്ചേരിപ്പടിയിൽ C റിജിൽ ജിത്ത് എന്ന 20-കാരൻ, NV വിവേക് എന്ന 21-കാരനെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3ാം വർഷ വിദ്യാർത്ഥികളെ 5 പേരെയും സംഘടനാ നേതൃത്വം പുറത്താക്കിയെന്നാണ് പിന്നാലെ കുറിപ്പിറക്കിയിരിക്കുന്നത്. ഇവരെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിനായി ഒരു കമ്മീഷനെ വെച്ചതായും കോളേജ് അധികൃതർ പറയുന്നു. കഴിഞ്ഞ ദിവസം മദ്യം വാങ്ങാൻ വേണ്ടി പണം ചോദിച്ചപ്പോൾ അത് നൽകാത്തതിൻ്റെ പേരിലാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥി മാതാപിതാക്കളെ ഈ വിഷയം അറിയിച്ചതും പുറം ലോകത്തിന് മുന്നിൽ ഇതെത്തിയത്. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം സംസ്ഥാന വ്യാപകമായി തന്നെ ഉയരുകയാണ്. അതിക്രൂരമായ പീഡനമുറകൾ ഇനി ഒരു കാരണവശാലും ഒരു കലാലയങ്ങളിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആവശ്യവും ശക്തിപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.
ചെയ്യുക.